വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയൊക്കെയാന്നുള്ളതൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലാണ് നിൽക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്ന ഓൾ ടൈം ഹൈ ആണ്. സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച വളരെ സ്ട്രോങ് ആയിട്ട് കയറിപ്പോയ ഒരു ബുള്ളിഷ് ക്യാൻഡലിനെയാണ്. അതുപോലെ തന്നെ രണ്ട് ഇംബാലൻസുകളുണ്ട്. സപ്പോർട്ടിന്റെ തൊട്ടടുത്ത് ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്, അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ അടുത്തൊരു ഇംബാലൻസ് ഉണ്ട്. ഓൾറെഡി ആ റെസിസ്റ്റൻസിന്റെ ഇംബാലൻസ് ഒരു 50% എടുത്തിട്ടുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയകൾ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് തരുന്നത്. അത് എവിടം വരെ പോകുന്നുള്ള കാര്യങ്ങളും മറ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയതിനു ശേഷം തിരിച്ചു വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂസ് ഓൾറെഡി കഴിഞ്ഞു. ന്യൂസിലൻഡ് ഡോളറിലായിരുന്നു. ഒഫീഷ്യൽ ക്യാഷ് റേറ്റും RBNZ റേറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് രണ്ടും കഴിഞ്ഞു. ഇനി വരുന്ന പ്രധാനപ്പെട്ട ന്യൂസ് 7:30 USDയിൽ വരുന്ന ഫെഡ് ചെയർ പവലിന്റെ ടെസ്റ്റിഫൈസ് ആണ്. അത് ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നലെ വരുന്ന സമയത്ത് മാർക്കറ്റ് വൺ സൈഡ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ന്യൂസ് വരുന്ന സമയത്ത് എല്ലാവരും മാക്സിമം ട്രേഡിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ആളുകൾക്ക് വാഷ് ഔട്ട് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. ഇനി നമുക്ക് ചാർട്ടിൽ പോയിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് ചെയ്യണം. വൺ ഡേ ടൈം ഫ്രെയിമിൽ നിന്ന് 4 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. 4 ഹവറിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യാനുണ്ട്. നോക്കിയാൽ കാണാം, ഇത് നമ്മൾ ഇംബാലൻസ് നിൽക്കുന്ന ഏരിയയിൽ, മുകളിൽ ഇംബാലൻസ് നിൽക്കുന്ന ഏരിയയിൽ നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ, ഇന്നലെ ഒരു റിവേഴ്സൽ കിട്ടിയ ഏരിയ തന്നെയാണ്, ന്യൂസ് ടൈമിൽ റിവേഴ്സൽ കിട്ടിയ ഏരിയയാണ്. അതിന് നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് വൺ ഡേ ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത സപ്പോർട്ടിൽ തന്നെ മറ്റൊരു സപ്പോർട്ട് ഉണ്ട്. അതിനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് ഒന്ന് കയറിപ്പോയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ലോനെ ബ്രേക്ക് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. ക്യാൻഡിൽസ് നോക്കിയാൽ കാണാം, കുറവുള്ള സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം വന്ന ക്യാൻഡിൽ വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത്. അത് എവിടം വരെ പോകുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒന്നും കൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട്, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഒന്നുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട്, പക്ഷെ ഇവിടുന്ന് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവുക. അപ്പോ അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പൊ ചെറിയ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും എൻട്രി സാധ്യതകളോ മറ്റുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അതിന് ആദ്യം 1 ഹവറിലാണ് പോകുന്നത്. 1 ഹവറിൽ പോകുന്ന സമയത്ത് ബുള്ളിഷ് ക്യാൻഡിൽ, നല്ല സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട്. 1 ഹവറിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിന്റെ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി തന്നെ അത് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ കുറച്ചും കൂടി മാർക്കറ്റ് മുകളിൽ പോയിട്ട് റെസിസ്റ്റൻസ് ഏരിയ, എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി ഇത് സപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ 1 ഹവറിന്റെ ഒരു ഇംബാലൻസ് ഉണ്ട്, അതിലേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 4 ഹവറിൽ നിന്നും അവിടെ എത്തി കഴിഞ്ഞിട്ടോ തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ഇപ്പൊ കാണുന്ന ഒരു എൻട്രി സാധ്യത. അതിനുശേഷം ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. ബൈ എൻട്രി വരണമെങ്കിൽ തന്നെ അവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടണം. കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കില്ല. മാർക്കറ്റ് കുറച്ചുകൂടി മുകളിലോട്ട് പോയിരിക്കണം. അല്ലെങ്കിൽ നല്ലൊരു ക്ലിയർ ആയിട്ട് ഒരു കൺഫർമേഷൻ ഇവിടെ നിന്ന്, ഇപ്പൊ നിൽക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരു കൺഫർമേഷൻ തന്നാൽ മാത്രമേ സെൽ എൻട്രിക്ക് പറ്റുള്ളൂ. എന്തായാലും നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരു ചെറിയ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇനി അടുത്തൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഹൈ ആണ്. അതുകൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് 1 ഹവറിന്റെ. അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു സെലൻഡർ എടുക്കാൻ പറ്റുള്ളൂ. റിജക്ഷൻ കിട്ടിയാൽ തന്നെ പെട്ടെന്ന് എടുക്കാനും പറ്റില്ല. നമ്മൾ കൺഫർമേഷൻ എടുക്കണം. കൺഫർമേഷൻ എടുത്തിട്ട് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് സെലൻഡർ എടുക്കുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോ, സെക്കൻഡ് ടാർഗറ്റ് 1 ഹവറിന്റെ ഇംബാലൻസ്, തേർഡ് ടാർഗറ്റ് അതിന്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ട്. ഇത്രയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുള്ളൂ. ഈ ഒരു ഏരിയയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതൊരു കൺഫർമേഷൻ കിട്ടണം. ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ചെറിയ ടാർഗറ്റ് ആണ്. സെക്കൻഡ് ടാർഗറ്റ് ഹൈ, ഇന്നലെ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ ആണ്. എങ്ങനെയായാലും നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മോശമില്ലാത്തൊരു ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ ട്രേഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്ത് കാര്യമായിട്ട് ഇരുന്ന് മാർക്കറ്റ് മൂവ്മെന്റ് പഠിക്കുക. ഇതൊക്കെയാണ് ഒരു സ്റ്റുഡന്റും അല്ലെങ്കിൽ ഒരു ട്രേഡറും ചെയ്യേണ്ടത്.
അതൊക്കെ എങ്ങനെ ചെയ്യണം, എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രേഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ട്രേഡ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം.